എന്താണ് പാലക്കാടിൻ്റെ വിധിയെഴുത്തിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്നത് തന്നെ നോക്കാം. 58.02 എന്ന ശതമാനത്തിലേക്കാണ് പാലക്കാടിൻ്റെ വോട്ടെടുപ്പ് കണക്ക് ഉയർന്നിരിക്കുന്നത്. പോളിംഗ് ശതമാനം ഉയർന്നിരിക്കുന്നത് 58.02. എന്നാലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കുറവാണ്. പക്ഷേ ഏറ്റവും പുതിയ 2 മണിക്കൂറത്തെ കണക്കുകൾ കൂടി ഇനി ബാക്കിയുണ്ട്. അത് ഒരു പക്ഷേ ഏറ്റവും പുതിയ കണക്കുകൾ എത്തുമ്പോൾ നിലവിലുള്ള കണക്കുകൾ ഏതാണ്ട് 1 മണിക്കൂർ പിന്നിലായിരിക്കും. സ്വാഭാവികമായും അതിനുശേഷമുള്ളത് പിന്നീട് ഇനിയുള്ള 2 മണിക്കൂർ. അങ്ങനെ തീരാൻ 2 മണിക്കൂറില്ലെങ്കിൽ പോലും ഏതാണ്ട് ഒരു കണക്ക് 3 മണിക്കൂറിൻ്റെ കണക്കുകളാണ് അവസാനത്തതായി ഇനി യഥാർത്ഥത്തിൽ അപ്ഡേറ്റ് ചെയ്ത് വരാനുള്ളത്. സ്വാഭാവിക കണക്കുകളാണത്, സ്വാഭാവികമായ രീതിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ തവണത്തെ 75% എന്നതിലേക്ക് ഉയർന്നില്ലെങ്കിൽ പോലും ഒരുപക്ഷെ അടുക്കുന്ന തരത്തിലേക്ക് നേരത്തെ ഉയർന്ന ആശങ്കകൾക്ക് വഴിയില്ല എന്നുള്ളതാണ് പോളിംഗ് ശതമാനത്തിൽ ഉള്ള വളർച്ച മേക്കപ്പ്. എന്നാലും കഴിഞ്ഞ തവണത്തെ 75% ടച്ച് ചെയ്യാനുള്ള സാധ്യതയും കുറവായി കാണുന്നു. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് പോകുന്നത്. പാലക്കാട് നഗരസഭയും മാത്തൂരും പിരായിരിയും കണ്ണാടിയും അടക്കമുള്ള പഞ്ചായത്തുകൾ, പാലക്കാട് നഗരസഭ, ഇവിടെയൊക്കെ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തെ ഇതേ സമയവുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറവായി തന്നെയാണ് കാണുന്നത്. അതാണ് ഇനി 1.5 മണിക്കൂർ കൊണ്ട് മേക്കപ്പ് ചെയ്യേണ്ടത്. 1.5 മണിക്കൂറിലധികം, ഏതാണ്ട് 2 മണിക്കൂർ തികച്ചില്ല. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഏതൊക്കെ തരത്തിലാണ് അവിടെ സംഭവിച്ചിരിക്കുന്ന ട്വിസ്റ്റ്, എന്താണ് ഉപതെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി നിലനിൽക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണിത്, പോളിംഗ് ശതമാനത്തിലെ കുറവ്. പക്ഷേ എന്നാൽ ഈ വാശിയും 30 ദിവസത്തിലധികമായി ചേർന്ന പ്രചരണവും അതുയർത്തിയ ശ്രദ്ധയുമൊക്കെ പാലക്കാടിൻ്റെ നിയമസഭാ മണ്ഡലത്തെ വല്ലാതെ കേരളത്തിൻ്റെ തന്നെ ശ്രദ്ധയുടെ നെറുകയിലെത്തിച്ചിരുന്നു. അതിന് ഫലവത്തായ അല്ലെങ്കിൽ അതിനനുഗുണമായ രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനമാണോ എന്നുള്ളതൊക്കെയാണ് കണക്കുകൾ. എന്നാൽ മറ്റൊരു വശത്ത് പോളിംഗ് ശതമാനം കുറയുന്നത് ഏത് മുന്നണിക്കാണ് നേട്ടമാകുന്നത് എന്നതുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ വിലയിരുത്താവുന്നതാണ്. പോളിംഗ് ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിജയവും പരാജയവും ഒക്കെ കണക്കാക്കുന്ന രീതികൾ പഴയതിൻ്റേതാണ് എന്ന് പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകരുമുണ്ട്. എന്നിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി പാലക്കാട് സംവദിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ 58.02% എന്നതാണ്. ഇപ്പോൾ പാലക്കാട് നഗരസഭയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി പി വി കുട്ടനും പ്രതിനിധികൾ ചേരുകയാണ്. പി വി കുട്ടനും നൃപൻ, ഈ 30 ദിവസത്തിലധികമായി പാലക്കാടിൻ്റെ ഓരോ മുക്കിലും മൂലയും നേരിട്ടെത്തി റിപ്പോർട്ട് ചെയ്തിരുന്ന 2 പേരാണ് നിങ്ങൾ. സ്വാഭാവികമായും ഈ ഇപ്പോഴത്തെ കണക്കുകളിലെ കുറവ് ആദ്യഘട്ടത്തിൽ ഉള്ളതുപോലെ ഇല്ലെങ്കിൽ പോലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്. ആ ഒരു പശ്ചാത്തലം കണക്ക് കൂട്ടിയിരുന്നത് 1 ലക്ഷത്തിലധികം വരുന്ന സ്ത്രീ വോട്ടർമാരാണ്, അവർ ഈ ഉച്ചയ്ക്ക് ശേഷമാണ് എത്തുക എന്നൊക്കെയുള്ള വിലയിരുത്തലാണ്. പക്ഷേ അതൊക്കെ അസ്ഥാനത്തിലേക്കാകുകയാണോ? പോളിംഗ് ശതമാനത്തിൽ കുറവ് രേഖപ്പെട്ടാൽ അത് ആർക്കൊക്കെ അനുകൂലമാകുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അത് പഴയതിൻ്റെ കണക്കാണെന്ന് പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകരുമുണ്ട്. എങ്കിൽ പോലും അജിംഷാദ്, ഇതിനകത്തൊരു കാര്യം, ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്ര വലിയൊരു ഡൗണിലേക്ക്, ഒരു താഴ്ചയിലേക്ക് പോകുന്ന നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം 4 മണിയുടെ കണക്ക് വന്നതിന് 2 മണിക്കൂറിന്റെ കണക്ക് വരാനുണ്ട്. കൂടാതെ തന്നെ സ്വാഭാവികമായും ഗ്രാമപ്രദേശങ്ങളൊക്കെ ചിലപ്പോൾ 6 മണിക്ക് ശേഷവും ആൾക്കാർ ക്യൂവിൽ നിന്നുകൊണ്ട് പോളിംഗ് ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ 6 മണിക്ക്, ഈ 4 മണിക്ക് വന്ന കണക്ക് എന്താണ്? 59.16, അതായത് 60% എത്തി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഈ 2 മണിക്കൂർ കൊണ്ട് ഒരു പക്ഷെ അത് 70-ന്റെ മുകളിലേക്ക് എന്തായാലും കിടക്കും. 75 എത്തുമോ എന്നുള്ളത്, കഴിഞ്ഞ തവണത്തെ എത്തുമോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും. പഞ്ചായത്ത് തിരിച്ച് വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലേ? കണ്ണാടി പഞ്ചായത്തിൽ എങ്ങനെയൊക്കെയാണ് നിർമ്മാണം, അതിൻ്റെ ഒരു കണക്കുകളെന്ന് പറയും. നമ്മളിപ്പോൾ ഈ കണക്ക്, അവസാനത്തെ കണക്ക് കുട്ടർ പറഞ്ഞു നിർത്തിയെടുത്ത് ഇന്ന് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ശതമാനം 58.02. പാലക്കാട് നഗരസഭ നേരത്തെ കുറവാണ്, ഇപ്പോഴും വലിയ വ്യത്യാസത്തിൽ വന്നിട്ടില്ല, എന്നാൽ തീരെ കുറയുന്നില്ല, 56.38. കണ്ണാടി പഞ്ചായത്ത് അത് 55.86, മാത്തൂർ പഞ്ചായത്ത് 56, പിരായിരി പഞ്ചായത്ത് 58.03 ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാര്യം കുട്ടൻ പറഞ്ഞു നിർത്തിയ തന്നെ ഒരു കാര്യം, നമുക്ക് വലിയ തരത്തിൽ പോളിംഗ് ശതമാനത്തിൽ കുറവ് വരും എന്നുള്ള സാധ്യതയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇനി 1.25 മണിക്കൂറിന്റെ അതായത് കഴിഞ്ഞ തവണ 2021 ഈ സമയത്തുള്ള പോളിംഗ് എന്ന് പറയുന്നത് 60.71% മാത്രമാണ്. ഇപ്പോൾ ഏതാണ്ട് 60 ഇപ്പോൾ 58-59% എത്തുകയാണ്. അവസാനത്തെ 2 മണിക്കൂറിലാണ് കഴിഞ്ഞ തവണയും ഈ പോളിംഗ് വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അജിംഷാദെ, ഈ പറയുന്ന ഒരു ആശങ്കകൾക്ക് വലിയ അർത്ഥമുണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും 70% കടക്കും എന്നതിൽ തർക്കമില്ല. കാരണം ഇവിടെ ഉണ്ടായ പ്രചാരണങ്ങൾ അല്ലെ, ഈ നാടാകെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള 35-36 ദിവസത്തെ പ്രചാരണങ്ങളൊക്കെ ജനങ്ങൾ സ്വാഭാവികമായും സ്വാധീനം ഉണ്ടാക്കും. പക്ഷെ മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ വിദേശങ്ങളിലൊക്കെ ജോലി
ചെയ്യുന്നവരുണ്ട്. കാരണം അവർ സാധാരണ തെരഞ്ഞെടുപ്പിൽ വരുന്നത് പോലെ ചിലപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന് എത്താൻ പറ്റിയെന്ന് വരും. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ 1-2 ആൾക്കാർ നാട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോൾ അവരുടെ നാട്ടിലൊക്കെ വിദേശത്തിലെ ആൾക്കാരൊന്നും വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല. പിന്നെ ജോലിക്കായി പുറത്തു പോയ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ, മറ്റ് ജില്ലകളിലുള്ളവർ പലരും എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു വലിയ കുറവ് അനുഭവപ്പെടും എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അത് തന്നെയാണ്. കാരണം അത് കുട്ടം പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഇപ്പോൾ ഈ നഗരസഭയുടെ തന്നെ മറ്റൊരു ഭാഗത്ത് സച്ചിൻ നൽകുമ്പോൾ ഒരു സീനിയർ സിറ്റിസൺ മൈക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, അദ്ദേഹം ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്, അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ഉണ്ട് അവിടെ ജോലി ചെയ്യുന്നവരാണ്, വീട് ഇവിടെ അടുത്താണ്, ബൂത്തിനടുത്താണ്. പക്ഷേ ഒരു ദിവസം മാത്രമേ അവധിയുള്ളൂ, അതുകൊണ്ട് പോയി വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവർ വന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായുണ്ട്. അതെ, അത്തരം സ്വാഭാവികമായ ചില സാഹചര്യങ്ങൾ കൊണ്ട് എത്തിപ്പെടാൻ പറ്റാത്ത ആൾക്കാരുണ്ടാകാം. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞത്, അതായത് അജിംഷാദ് നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഈ പോളിംഗ് കുറയുമോ എന്നുള്ളൊരു ആശങ്കക്കകത്ത്, പക്ഷെ അതിനൊരു അർത്ഥമില്ലെന്നുള്ളതാണ് അജു. എന്താ കാര്യം എന്ന് വെച്ചാൽ 60.71 കഴിഞ്ഞ 2021 പോളിംഗ്. ഏതാണ്ട് അതിന് തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ 1% വ്യത്യാസമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ ഇതിലുള്ള 2 മണിക്കൂറുള്ളിൽ അത് കവർ ചെയ്ത് പോകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്, അല്ലേ നിർബൻ? അജിംഷാദ് ഈ സമയത്ത് നമ്മൾ ഈ ഓരോ സമയത്തെ ഇപ്പോൾ രാവിലെ മുതൽ കഴിഞ്ഞ തവണ രാവിലെ 3 മണിക്ക് മുൻപുള്ള ഒരു വോട്ട്, ഉച്ചയ്ക്ക് ശേഷമുള്ള വോട്ടിംഗ് പാറ്റേണിന്റെ കാര്യം സമയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങനെ വേർതിരിച്ചാൽ പൂർണ്ണമായി ശരിയാവണമെന്നില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ തവണത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ 77%. ആ 77% മുകളിലേക്ക് ഒരു പാലക്കാട് വോട്ടർമാരുടെ ഈ 3 മുന്നണികൾ നടത്തിയ ത്രികോണ മത്സരത്തിന്റെ സാധ്യത വലിയ തരത്തിൽ രാഷ്ട്രീയ കേരളത്തിന്റെ കേന്ദ്രമായി അവസാനത്തെ ഒരാഴ്ച പാലക്കാട് മാറി. അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിനെ പ്രതിഫലിക്കുന്ന തരത്തിൽ വോട്ടർമാരുടെ ഒഴുക്കിലേക്ക് കുത്തി ഒലിച്ച് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ഓളം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഇനി വരുന്ന സമയങ്ങൾ 1.25 മണിക്കൂർ വോട്ടിംഗ് പാറ്റേൺ നമുക്ക് 2ആയി തരംതിരിക്കാം ജിംഷാദ്. രാവിലെ വരുന്ന 7 മണി, രാവിലെ 6 മണിക്ക് പോളിംഗ് സ്റ്റേഷനിൽ ഉണർന്ന ഉടൻ തന്നെ വരിവരിയായി ഇരുന്ന വോട്ടർമാരെ നമ്മൾ രാവിലെ കാണിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് 11 മണി വരെ പോളിംഗിൽ ഒരു ഒഴുക്കുണ്ടായിരുന്നു, വിവിധ ബൂത്തുകളിൽ സമാനമായ ഒഴുക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ശേഷം ഒന്നിടവിട്ട് വോട്ടർമാർ വരുന്നു, വോട്ട് ചെയ്ത് പോകുന്ന അവസ്ഥയുണ്ടായി. വലിയ ക്യൂ ഉണ്ടാവുന്നില്ല, പക്ഷേ പോളിംഗ് നടക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഈ 3:45 അരയ്ക്ക് മുമ്പേ ആയിരിക്കും ഈ പറഞ്ഞ ശതമാനത്തിലേക്ക് എത്തിയത്. അവർ 4 മണിക്ക് ഈ കണക്ക് വരുമ്പോഴേക്കും അപ്പോഴും 1-2% വ്യത്യാസം അതിൽ തന്നെ വരും. ഇനി വരുന്ന 1.25 മണിക്കൂർ എന്ന് പറയുന്നത് നിർണായകമാണ്. നേരത്തെ പി വി കുട്ടൻ പറഞ്ഞതുപോലെ പല പോളിംഗ് ഈ ബൂത്തുകളിലും അവസാന ഘട്ടത്തിൽ ഏകദേശം ഈ ടോക്കൺ നൽകി ഏകദേശം ഒരു അരമണിക്കൂർ 1.5 മണിക്കൂർ 1 മണിക്കൂറോളം നീളുന്ന ഒരു ഘട്ടം വരും. അതുകൊണ്ട് ഈ പോളിംഗ് ശതമാനത്തെ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയില്ല. ഏകദേശം 70-നും 75-നും ഇടയിലേക്ക്, ഒരു പക്ഷേ 75-നോട് അടുത്ത പോളിംഗ് ശതമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ തന്നെയാണ് മുന്നണികൾ പ്രതീക്ഷിക്കുന്നത്. അതിലേക്ക് ഇനി വരുന്ന 1.25 മണിക്കൂർ നിർണായകവുമാണ് അജിംഷാദ്. തീർച്ചയായും അത് നിർവൻ പറയുന്നത് സാധാരണഗതിയിലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ വളരെ ശരിയാണ്. കാരണം അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും അതിൻ്റെ ഗ്രാഫും വരച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായും ഇത്ര മണിക്കുള്ളിൽ ഇത്ര പേർ എന്നുള്ള ഒരു സാഹചര്യം എത്തിക്കാനാകില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് പാലക്കാട്, ചേലക്കരയും വയനാടിനും അപ്പുറത്തേക്ക് പാലക്കാട് വിവാദങ്ങളുടെയും ശ്രദ്ധയുടെയും തർക്കങ്ങളുടെയും ഒരു വലിയ വേലിയേറ്റം സൃഷ്ടിച്ചിരുന്നു. അതിന് അനുഗുണമായ ഒരു ഒഴുക്ക് ഈ പോളിങ്ങിൽ കാണുന്നില്ല എന്നുള്ളതാണ് പൊതുവിൽ വിലയിരുത്തിയത്. അത് ഒഴിവാക്കിയാൽ ശരിയാണ്, കണക്ക് ശരിയാണ്. ഇനിയിപ്പോൾ 1.5 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളെങ്കിൽ പോലും ഇപ്പോൾ 59.16 അതായത് ഇത് 1 മണിക്കൂർ അരമണിക്കൂർ മുമ്പുള്ള കണക്കാണ്. അപ്പോൾ വീണ്ടും 2 മണിക്കൂറാണ് കൂട്ടേണ്ടത്. 1.5 മണിക്കൂർ മാത്രമേ ഇനി പോളിംഗ് അവസാനിക്കാൻ സമയമുള്ളൂ എങ്കിൽ പോലും ഇപ്പോഴത്തെ കണക്ക് 2 മണിക്കൂർ കൂടിയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ പക്ഷേ ഈ ആവേശത്തെ അലതല്ലുന്ന ഒരു പോളിംഗ് ശതമാനം ഉണ്ടായില്ല എന്നുള്ളതാണ്, ആ ഒരു തള്ളിക്കയറ്റം ഉണ്ടായില്ല എന്നുള്ളതാണ് നിരീക്ഷകർ കാണുന്ന ഒന്ന്. അത് തെറ്റ് പറഞ്ഞുകൂടല്ലോ നിർപ്പൻ? തീർച്ചയായും അതാണ്. അതിന് 1-2 കാര്യങ്ങളുണ്ട്. അത് വിശദമായി നമുക്ക് ഈ പോളിംഗ് ശതമാനത്തിന്റെ വോട്ടിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മാത്രം വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഒന്ന്, അന്തിമമായ പോളിംഗ് വരണം. മറ്റു ചില സാഹചര്യങ്ങളോട് വരും. ഒന്ന്, നമ്മൾ ഈ പോളിംഗ് സമയത്ത് നമ്മൾ കാണിക്കുന്ന തീവ്രതയും മാധ്യമങ്ങൾ കാണിക്കുന്ന തീവ്രതയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയമായി കാണിക്കുന്ന തീവ്രതകളും തെരഞ്ഞെടുപ്പിന് അതേപടി സ്വാധീനിക്കണമെന്നില്ല. കാരണം ഒരു രാഷ്ട്രീയപരമായ മാറ്റം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ LDF സർക്കാർ തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ അതുപോലെ വന്ന് പോൾ ചെയ്യുന്നില്ല. കാരണം LDF സർക്കാരിന് മാറ്റം ഉണ്ടാകുന്നില്ല. LDF സർക്കാർ
സർക്കാരിനെതിരെ പ്രതികരിക്കുന്ന വോട്ടർമാരുണ്ടെന്ന് കരുതുക. അവരും ഈ തെരഞ്ഞെടുപ്പിൽ വന്ന് അതേ വാശിയോട് വോട്ട് ചെയ്യണമെന്നില്ല. കാരണം പറഞ്ഞാൽ ആ സർക്കാരിന് മാറ്റം ഉണ്ടാകുന്നില്ല. ഈ BJPക്ക് അനുകൂലിക്കുന്ന മൂന്നാം മുന്നണി ഈ പറയുന്ന NDA സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് വേറെ അവരെ വിശ്വാസികൾ, സാധാരണ നിഷ്പക്ഷമായ വിശ്വാസികളെ സംബന്ധിച്ച് അവർക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അന്തിമമായ പോളിംഗ് ശതമാനം വന്ന ശേഷം മാത്രമേ അതിന്റെ കണക്കിലേക്ക് എത്താവൂ.